ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. സിംബാബ്വെ പര്യടനത്തിലെ അവസാനത്തെ മത്സരം ജയിച്ചതോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യ മത്സരം പരാജയപ്പെട്ടെങ്കിലും മറ്റെല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് 4-1 ഇന്ത്യ പരമ്പര തൂത്തുവാരിയത്. ആദ്യം ടോസ് നേടിയ സിംബാബ്വെ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസൻ്റെ തകർപ്പൻ ബാറ്റിംഗ് തന്നെയാണ്. സഞ്ജു 45 പന്തുകളിൽ 58 റൺസാണ് നേടിയത്. 4 സിക്സുകളും 1 4ഉം അടങ്ങുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ്. ഒരു സമയം ഇന്ത്യ തകർന്നു നിൽക്കുന്ന സമയത്താണ് സഞ്ജുവും പരാഗും ഒരു പാർട്ണർഷിപ്പിലൂടെ ഇന്ത്യയെ മെച്ചപ്പെട്ട ഒരു സ്കോറിൽ എത്തിച്ചത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ജയ്സ്വലും ഗില്ലും കൂടിയാണ് ഓപ്പണിങ്ങിന് ഇറങ്ങിയത്. തുടക്കത്തിൽ നല്ലൊരു താളം കണ്ടെത്താൻ സാധിച്ചെങ്കിലും ജയ്സ്വൽ സിക്കന്ദർ റാസയുടെ പന്തിൽ ബൗൾഡാവുകയായിരുന്നു. തുടർന്ന് ഗില്ലും അഭിഷേക് ശർമ്മയും 13ഉം 14ഉം റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ സഞ്ജു സാംസണും പരാഗും കൂടി ഇന്ത്യക്ക് വേണ്ടി നല്ലൊരു പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്തു. 65 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഇരുവരും കൂട്ടിച്ചേർത്തത്. സഞ്ജു 45 പന്തുകളിൽ 58 റൺസാണ് നേടിയത്. പരാഗാകട്ടെ 24 പന്തുകളിൽ നിന്ന് 22 റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ. എന്നാൽ തുടർന്നിറങ്ങിയ ശിവൻ ദുബെ 12 പന്തുകളിൽ 2 സിക്സും 2 4ഉം അടക്കം 26 റൺസാണ് നേടിയത്. ദുബെ റണ്ണൗട്ട് ആവുകയായിരുന്നു. തുടർന്ന് റിങ്കു സിംഗ് 9 പന്തിൽ 11 റൺസും വാഷിംഗ്ടൺ സുന്ദർ 1 പന്തിൽ 1 റൺസുമാണ് നേടിയത്. അങ്ങനെ നിശ്ചിത ഓവറുകളിൽ 167 റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയത്, 6 വിക്കറ്റ് നഷ്ടത്തിൽ. അവരുടെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ സിക്കന്ദർ റാസ, നഗ്വാരെ, മൗട്ട അവർക്ക് ഓരോ വിക്കറ്റ് വീതവും മുസർബാനി 2 വിക്കറ്റുമാണ് നേടിയത്. 168 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സിംബാബ്വെക്ക് ആദ്യമേ കാലിടറി. മുകേഷ് കുമാറിൻ്റെ പന്തിൽ വെസ്ലി ഡക്കൗട്ട് ആവുകയായിരുന്നു. മർമാണി 27 റൺസാണ് നേടിയത്. വാഷിംഗ്ടൺ സുന്ദറിനായിരുന്നു മർമാണിയുടെ വിക്കറ്റ്. ബെന്നറ്റ് 10 റൺസും മേയേഴ്സ് 34 റൺസും നേടി. സിക്കന്ദർ റാസ 8 റൺസിന് റണ്ണൗട്ട് ആവുകയായിരുന്നു. ജയ് ചാമ്പൽ 4 റൺസും സിൽവെ 1 റണ്ണുമാണ് നേടിയത്. ഫറാസ് അക്രം 27 റൺസ് മാത്രമാണ് നേടിയത്. സിംബാബ്വെയുടെ ബാറ്റിങ്ങിൽ 27 റൺസ് നേടിയ മർമാണിയും 10 റൺസ് നേടിയ ബെന്നറ്റും, ഡി മേയേഴ്സ് 34 റൺസും ഫറാസ് അക്രം 27 റൺസും മാത്രമാണ് 2 അക്കം കടന്നത്. ഇന്ത്യക്ക് വേണ്ടി മുകേഷ് കുമാർ 3.3 ഓവറിൽ 4 വിക്കറ്റും, ശിവൻ ദുബെ 4 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റും, ദേശ്പാണ്ഡെ, വാഷിംഗ്ടൺ സുന്ദർ, അഭിഷേക് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. അങ്ങനെ 18.3 ഓവറിൽ സിംബാബ്വെ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യ 42 റൺസിൻ്റെ വിജയമാണ് കൈവരിച്ചത്. അങ്ങനെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 4-1 ഇന്ത്യ ചാമ്പ്യൻസ് ആവുകയായിരുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.